കുട്ടീസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം അനുമിസ് ആണ്. ഓക്കെ, മക്കൾ എല്ലാവരും നിങ്ങളെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമ്മളെ ക്രിസ്മസ് എക്സാമിന് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് മെഷറിംഗ് ലെങ്ത് എന്നുള്ള ചാപ്റ്റർ. ഇതിലുള്ള അധിക ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ലൈവില് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് മുൻപോട്ടേക്ക് അല്ലെ ഒരു ലൈവും കൂടെ നമ്മൾ മെഷറിംഗ് ലെങ്ത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ചർച്ച ചെയ്തുകൊണ്ട് ഒരു ക്ലാസ്സും കൂടെ വരുന്നുണ്ട്, ഒരു ലൈവും കൂടെ വരുന്നുണ്ട്. സോ ആ ലൈവ് നിങ്ങൾ മിസ് ചെയ്യരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ലൈവ് ആയിരിക്കും അത്. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ട എല്ലാ ക്വസ്റ്റ്യൻസുകളും ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യാം. ആ ചോദ്യമാണ് ഇപ്പൊ നിങ്ങൾ ബോർഡിൽ കാണുന്നുണ്ടായിരിക്കാം. ഈ ചോദ്യം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ എന്താണ് ഈ ചോദ്യം, ഒന്ന് വായിച്ചു നോക്കിയാലോ. മഴക്കാലത്തിന് മുൻപുള്ള ശുചീകരണത്തിന്റെ ഭാഗമായി 15 കിലോമീറ്റർ നീളമുള്ള ഇരുവേലിപ്പുഴ 3 ദിവസം കൊണ്ട് വൃത്തിയാക്കി. അപ്പൊ 15 കിലോമീറ്റർ, അപ്പൊ നമ്മളെ കിലോമീറ്ററിനെ മീറ്റർ ആക്കാനും മീറ്ററിനെ കിലോമീറ്റർ ആക്കാനൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ആദ്യ ദിവസം 4 കിലോമീറ്റർ 325 മീറ്റർ ദൂരവും രണ്ടാം ദിവസം 6 കിലോമീറ്റർ 500 മീറ്റർ ദൂരവും വൃത്തിയാക്കി. അങ്ങനെയാണെങ്കിൽ മൂന്നാം ദിവസം വൃത്തിയാക്കിയ ദൂരം എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പൊ 3 days എടുത്തു അല്ലെ നമ്മളുടെ ഇരുവേലിപ്പുഴ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് 3 days എടുത്തു. അതിലെ 2 days വൃത്തിയാക്കിയതിന് കൃത്യമായിട്ടുള്ള കണക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ മൂന്നാമത്തെ ദിവസം എത്രയാണെന്ന് നമുക്ക് അറിയില്ല. ടോട്ടൽ ലെങ്ത് 15 കിലോമീറ്റർ ആണ്. സോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയുന്ന ഒരേ ഒരു കാര്യം, 15 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 15,000 മീറ്റർ ആണ് എന്ന് എനിക്കറിയാം. അതിൽ ഫസ്റ്റ് ഡേ, ആദ്യത്തെ ദിവസം അല്ലെ, ഫസ്റ്റ് ഡേ എത്രയാണ് ആക്കിയത്? ആദ്യത്തെ ദിവസം 4 കിലോമീറ്ററും 325 മീറ്ററും. നിങ്ങൾക്ക് കിട്ടിയ വിവരം എന്ത് ചെയ്യാം, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളാം, ആ ഒരു ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ചു വെച്ചോളാം. രണ്ടാമത്തെ ദിവസം 6 കിലോമീറ്റർ 500 മീറ്റർ ആണേ. അപ്പൊ ഇതിനെ നമുക്ക് മീറ്ററിലേക്ക്, ടോട്ടൽ ഞാൻ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാണേ. അപ്പൊ എത്ര വരും? 4325 മീറ്റർ ആയിരിക്കും ഫസ്റ്റ് ഡേ അവർ വൃത്തിയാക്കിയിട്ടുണ്ടായിരിക്കാം. സെക്കൻഡ് ഡേ എത്രയായിരുന്നു എടാ? 6 കിലോമീറ്ററും 500 മീറ്ററും. അത് എത്ര വരും? 6 കിലോമീറ്റർ 500 മീറ്റർ എന്ന് പറഞ്ഞാൽ 6500 മീറ്റർ വരും. അപ്പൊ ടോട്ടൽ 2 ദിവസം കൊണ്ട് ടോട്ടൽ എത്ര മീറ്റർ അവർ എന്ത് ചെയ്തു? വൃത്തിയാക്കി എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ ടോട്ടൽ അവർ വൃത്തിയാക്കിയത് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, കൂട്ടി നോക്കിയാൽ മതി. സോ ടോട്ടൽ കാണാൻ ഞാനിതൊന്ന് ആഡ് ചെയ്ത് നോക്കി, ഒന്ന് കൂട്ടി നോക്കി, ഒന്ന് ആഡ് ചെയ്ത് നോക്കി എത്ര വരും? 5, 2, 5, 10. അപ്പൊ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടായിരിക്കും? അയ്യോ ഇവിടെ 5 അല്ല കേട്ടോ, 8 ആണേ. അപ്പൊ എത്ര കിട്ടി? 10,825 മീറ്റർ എന്ന് കിട്ടി. സോ നമുക്ക് കിട്ടിയത് മീറ്ററിലാണ്. ഇതിനെ കിലോമീറ്റർ ആക്കാനും നിങ്ങൾ അറിയണം. അപ്പൊ ശ്രദ്ധിക്കുക, എത്ര കിട്ടി? 10,825 മീറ്റർ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെ മീറ്ററിലേക്ക് കിലോമീറ്ററിലേക്ക് മാറ്റാം. അതിന് മുൻപേ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ടോട്ടൽ ദൂരം അല്ലേ, നമ്മുടെ പുഴയിലെ ടോട്ടൽ ദൂരം 15,000 ആണ്. പക്ഷെ വൃത്തിയാക്കിയതോ? യെസ്, വൃത്തിയാക്കിയത് കൃത്യമായിട്ട് 10,825 ആണ്. സോ ബാക്കി എത്ര കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ എന്ത് ചെയ്യാ, ടോട്ടൽ ലെങ്ത്തിൽ നിന്നും ടോട്ടൽ ലെങ്ത് എത്രയാണ്? 15,000. ഇതിൽ നിന്ന് 15,000 മീറ്റർ ആണ്, മീറ്റർ ഇടാൻ മറന്നു പോകരുത്. വൃത്തിയാക്കിയത് അല്ലെ, ഫസ്റ്റ് ഡേയും അതേപോലെ തന്നെ സെക്കൻഡ് ഡേയും കൂടെ വൃത്തിയാക്കിയത് എത്രയാണ്? 10,825 മീറ്റർ ആണ് അല്ലേടാ, മാറിപ്പോയിട്ടില്ലല്ലോ, ശരിയാണ്. സോ ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് ഡേ, മൂന്നാമത്തെ ദിവസം അല്ലെ, തേർഡ് ഡേ എത്രയാണ് എന്നുള്ളത് നമുക്ക് കിട്ടും. തേർഡ് ഡേ കിട്ടാൻ ഒന്ന് മൈനസ് ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ എത്ര കിട്ടുവടാ? 0ൽ നിന്ന് 5 പോകില്ല, അപ്പൊ 1 കടമെടുത്തു. 10ൽ നിന്ന് 5 പോയാല് ബാക്കി 5. 9ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ എന്റെ കുട്ടികൾക്ക് എത്ര വരൂടാ? എത്ര വരും? 7. യെസ്, 7 വരും. 9ൽ നിന്ന് 8 പോയാല് 1, ബാക്കി അവിടെ 4 ഉണ്ടാവുള്ളൂ അല്ലെ, 4. അപ്പൊ എത്ര വന്നു? 4,175 മീറ്റർ എന്ന് വന്നു. ഇത് നമുക്ക് വേണമെങ്കിൽ കിലോമീറ്റർ ആയിട്ട് എഴുതാം അല്ലെ. ഇതിനെങ്ങനെ കിലോമീറ്റർ ആയിട്ട് എഴുതാം? 4 കിലോമീറ്ററും 175 മീറ്ററും എന്ന് എഴുതാം. സോ ഇതാണ് മൂന്നാമത്തെ ദിവസം അവര് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്ന ദൂരം എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റിനെ നിങ്ങൾ മനസ്സിലാക്കി അതിനെ മാറ്റിയില്ലേ, അതിനിപ്പം കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റി അല്ലെങ്കിൽ മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റി ചെയ്യുന്ന രീതികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ രീതിയിൽ തന്നെ ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ നിർബന്ധം പറയില്ല. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഏത് മെത്തേഡും യൂസ് ചെയ്യാം. കിലോമീറ്റർ മൈനസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഇത് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ചെയ്തു വെച്ച കാര്യമാണ്. നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മക്കൾ ഇത് തന്നെ പഠിച്ചോളാം.
ഓക്കെ, അപ്പൊ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾക്കൊന്ന് മുൻകൂട്ടി കണ്ടാൽ എങ്ങനെയിരിക്കും? കുറച്ചുകൂടെ എളുപ്പമായേനെ അല്ലേ? അപ്പൊ ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒന്ന് മുൻകൂട്ടി കാണാൻ താല്പര്യമുള്ള ആളുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇങ്ങനെ വെമ്പിയിരിക്കുന്നുണ്ടായിരിക്കും ഭയങ്കരമായിട്ട്. അയ്യോ ഒന്ന് പഠിച്ചാൽ കൊള്ളായിരുന്നുണ്ടായിരുന്നു, ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാമിൽ നമ്മളെ സ്കൂൾ എക്സാമിന് പോകുമ്പോൾ സുഖമായിരുന്നു എന്ന് വിചാരിക്കുന്ന ആളുകൾ ഇവിടേക്ക് ശ്രദ്ധിച്ചോളൂ. അത് പറയാനാണ് ഞാൻ വന്നത്. നമ്മുടെ പ്രാണ ബാച്ചില് എൻഡ് ഗെയിം ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഓഫർ പ്രൈസിലാണ് നമ്മളെ പ്രാണ ബാച്ച് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നുണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടേ പോവുള്ളൂ. അതുപോലെ തന്നെ ഫ്രീ നോട്ട്സുകളായാലും ക്ലാസ്സുകളായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആനുവൽ എക്സാമിനും LHS എക്സാമിനും വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാണ്. സോ ഇത്രയും ചെറിയ പ്രൈസിൽ നമ്മളെ ബാച്ച് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകണ്ട. ഫ്രണ്ട്സിനെയും കൂടെ എന്ത് ചെയ്യുക, ഈ ഒരു വിവരം അറിയിക്കുക. അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യണം, എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യണം. സോ നമ്പർ നോട്ട് ചെയ്തോളാം. ഓക്കെ, അപ്പൊ ഇനി പ്രാണ ബാച്ചിൽ വെച്ച് കാണാം. അതിനു മുന്നേ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ ഒരു എക്സാമില്ലേ, നമ്മളെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മളെ മെഷറിംഗ് ലെങ്ത് എന്നുള്ള ചാപ്റ്ററിൽ ഒരുപാട് ക്വസ്റ്റ്യൻസുമായിട്ടുള്ള ഒരു പുതിയ ലൈവിലേക്ക് ഞാൻ വരുന്നുണ്ട്. ലൈവ് മറന്നു പോകരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാനും മറക്കണ്ട. അപ്പോൾ നമുക്കിനി അവിടെ വെച്ച് കാണാം. ബൈ ബൈ, സീ യു.